നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ ഹീറോയിനെ ഞാൻ രാധികയെ കണ്ടു. സോ ഐ ആം ഇംപ്രസ്ഡ്. എന്താ രാധിക ഇതിലൊന്നും പറയാത്തത്? രാധികയ്ക്ക് താല്പര്യമുണ്ടോ? ഏയ്, അയാളതൊന്നും സ്വീകരിക്കില്ല. അയാൾക്ക് സിനിമയൊന്നും ചേരില്ല. എവിടെ ചെന്നാലും ചേച്ചി ഏറ്റവും വലിയ തടസ്സം. മോളെ, ഇന്ദ്രജിത്തിനോട് മറുപടി പറ. പ്രിയങ്കയ്ക്ക് ഞാൻ ഒരുക്കി കൊടുക്കുന്ന ഈ വഴിയുണ്ടല്ലോ, അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴിയാണ്. സിനിമയിൽ നായികയായി കഴിഞ്ഞാൽ പിന്നെ അവിടെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ ഒരു എഗ്രിമെന്റാണ് ഞങ്ങൾ തമ്മിൽ. എന്തൊക്കെയാ പറയുന്നത്? സത്യമാണ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് അനാവശ്യമായി ഒന്ന് പുറത്തു പോകുന്നു. അത്യാവശ്യമായിട്ടുള്ള ഒരാൾ അകത്തേക്കും വരുന്നു. ആ അത്യാവശ്യം എന്താണെന്ന് മനസ്സിലായി? ആ അത്യാവശ്യത്തിൻ്റെ പേരാണ് രാധിക. എനിക്ക് സമ്മതാണ്. ഞാൻ അഭിനയിക്കാം. സോ നമ്മളിത് ഫിക്സ് ചെയ്യുന്നു. എന്റെ പുനർജന്മത്തിലെ ഹീറോയിൻ രാധിക. ഓക്കെ? എന്താ നീ കാണിക്കുന്നേ? പ്രിയങ്കേ, കാര്യം എന്താണല്ലേ നിന്നോട് അങ്ങോട്ട് ഒരാളും എന്റെ അടുത്ത് വരാനും പാടില്ല, ഒന്നും ചോദിക്കാനും പാടില്ല. ഇന്നും എല്ലാം തകർക്കം ഞാൻ. എന്നെ ഇല്ലാതാക്കിയിട്ട് ആരിവിടെ ആളാവാൻ നോക്കണ്ട. മോളെ, കാര്യം എന്താന്ന് വെച്ചാ പറ. കളിമംഗലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കളിമംഗലത്ത് ഒരു പ്രശ്നവും ഇല്ല. പ്രശ്നമല്ല ഇവിടെയാ. പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ചൊവ്വ പറയണം. അല്ലാതെ കുടുംബം ഇല്ലാതാക്കാൻ നോക്കല്ല വേണ്ടത്. എന്ത് കുടുംബം? ആരുടെ കുടുംബം? ഇതിനി എന്റെ കുടുംബം അല്ല അമ്മ. എനിക്കിനി ഇവിടുത്തെ ഒരാളുടെ സ്നേഹവും വേണ്ട. മോളെ, മോള് വാ, മുത്തശ്ശി ചോദിക്കട്ടെ. മുത്തശ്ശി മിണ്ടരുത്. മുത്തശ്ശിക്ക് എന്റെ ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. ഇതിനു മുൻപ് ഒരുപാട് ശ്രമിച്ചാണല്ലോ. എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? വരാനുള്ളത് വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.